സാഷ കുഞ്ഞിലെ മുതൽ ഡിഫറന്റ് ആണ്. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലക്ഷൻ സെറമണി നടത്തുന്നു. അപ്പോൾ അവളുടെ മുന്നിലുള്ള ഒന്നും എടുക്കാതെ അച്ഛന്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. ആ നിമിഷം മുതൽ സാഷയുടെ അച്ഛന് അവൾ ഫേവറേറ്റ് ആയി മാറുന്നു. അതേസമയം അവളുടെ രണ്ട് ചേട്ടന്മാർക്കും അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാവുന്നു. വളർന്നതിന് ശേഷം അവൾ അച്ഛനെ വിട്ട് വന്ന് സ്വന്തമായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നു. അതിനുശേഷം അവളുടെ ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ ഒരു സെലിബ്രിറ്റിയോടൊപ്പമുള്ള ഫോട്ടോ ലീക്ക് ആവുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും അവളാണ് ചർച്ചാ വിഷയം. സോ സാഷയുടെ കമ്പനിയിലുണ്ടായിരുന്നവർ അതെങ്ങനെ കവറപ്പ് ചെയ്യാമെന്ന് ആലോചിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സാഷ അത് അവളുടെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗിന് യൂസ് ചെയ്ത് അവളുടെ ഷെയർസ് പല മടങ്ങ് കൂട്ടുന്നു. അതേസമയം സാഷയുടെ രണ്ട് ചേട്ടന്മാരും മണ്ടന്മാരാണ്. അവർ പരസ്പരം കുറ്റം പറഞ്ഞ് അച്ഛന്റെ ബിസിനസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം സാഷയുടെ അച്ഛൻ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിനായി അവളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ സാഷ എന്തിനാണ് വന്നതെന്നറിയാതെ നിങ്ങൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ ആ ഒരു സെന്റൻസ് അവളുടെ അച്ഛനെ സ്പർശിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ അവളെ തന്റെ ബിസിനസിന്റെ അവകാശിയായി അനൗൺസ് ചെയ്യുന്നു. അത് കേട്ടതും സാഷ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്കാവുന്നു. പക്ഷേ സാഷ അത് തടയുമെന്ന് വിചാരിക്കുമ്പോൾ ഹാപ്പിയായി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് കാരണം സാഷയുടെ ലൈഫ് നേരത്തെക്കാൾ കൂടുതൽ ബിസിയായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് സാഷ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായി പാരാഗ്ലൈഡിങ്ങിനായി പോകുന്നു. പക്ഷെ അത് തന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് അപ്പോൾ അവൾക്കറിയില്ല. കാരണം പറക്കാൻ തുടങ്ങിയ കുറച്ചു സമയത്തിൽ തന്നെ അവൾ വലിയൊരു ചുഴലിക്കാറ്റിൽ അകപ്പെടുന്നു. അത് മാറിപ്പോയതും റെസ്ക്യൂ ടീം അവളെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. പക്ഷെ എത്ര അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താനാവുന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരും സാഷ മരിച്ചെന്ന് വിചാരിക്കുന്നു. അതേസമയം കാടിനകത്തുള്ള ഒരു സ്ഥലത്ത് സാഷ കണ്ണു തുറക്കുന്നു. നോക്കുമ്പോൾ അവളുടെ പാരഷൂട്ട് ഒരു മരത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അവൾ വേഗം തന്നെ വോക്കി ടോക്കി യൂസ് ചെയ്ത് സഹായം ചോദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് അവൾക്ക് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. അപ്പോൾ നിരീക്ഷണത്തിനായി വന്ന സോൾജിയർ സാഷയുടെ ശബ്ദം കേൾക്കുന്നു. ആക്ച്വലി ഇത് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശമായതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഇവിടേക്ക് വരാൻ പാടില്ല. അവളെ അന്വേഷിക്കാൻ തുടങ്ങിയ സോൾജിയർ അവസാനം അവളെ കണ്ടെത്തുന്നു. അതേസമയം അയാളെ കണ്ട സാഷ തന്റെ അച്ഛനായിരിക്കും അയാളെ അയച്ചതെന്ന് വിചാരിക്കുന്നു. പക്ഷെ അയാളുടെ യൂണിഫോമിലുള്ള സിമ്പിൾ നോട്ട് ചെയ്തതും അവൾ ഷോക്കാവുന്നു. നോക്കുമ്പോൾ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവൾ ബോർഡർ കടന്ന് ശത്രു രാജ്യത്തെത്തിയിരിക്കുന്നു.